തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ട ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ചന്ദ്രരോഗം ബാധിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണ് കഷ്ടത്തിലായിപ്പോയ ഒരുവനെ സൗഖ്യമാക്കുവാൻ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. ആ ബാലനെ സൗഖ്യമാക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. യേശുവിൻ്റെ അടുക്കൽ ആ ബാലനെ കൊണ്ടുവന്നപ്പോൾ യേശു അവനിലെ ഭൂതത്തെ ശാസിക്കുകയും അത് അവനെ വിട്ടുപോവുകയും ബാലന് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഭൂതത്തെ പുറത്താക്കുവാൻ കഴിഞ്ഞില്ല? നിങ്ങളുടെ അല്പവിശ്വാസം കാരണം നിങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയില്ല എന്ന് യേശു പറഞ്ഞു. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറഞ്ഞു. വിശുദ്ധ മത്തായി 17:21. ഉപവാസം ഇന്ദ്രിയങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കും, ആത്മനിയന്ത്രണം ഉണ്ടാക്കും. ഉപവാസം പാപങ്ങളെ കഴുകി നമ്മെ വിശുദ്ധീകരിക്കുകയും മനസ്സിനെ പവിത്രമാക്കുകയും ചെയ്യും. സാത്താനെ തോൽപ്പിക്കുവാനുള്ള ആയുധമാണ് ഉപവാസം. യേശു മരുഭൂമിയിൽ 40 പകലും 40 രാവും ഉപവസിച്ചു. പരീക്ഷകനെ തോൽപ്പിച്ചു. വിശുദ്ധ അന്തോണീസ് എന്ന സന്യാസി പിതാവ് പിശാചുമായി പോരാട്ടം നടത്തുവാനാണ് മരുഭൂമിയിലേക്ക് പോയത്. ഉപവസിച്ചു പ്രാർത്ഥിച്ചു, സാത്താനുമായി പോരാട്ടം നടത്തി. ഉപവാസം ആത്മാവിനും മനസ്സിനും ശരീരത്തിനും വിശുദ്ധി നൽകുന്നു. ഉപവാസം ദഹനേന്ദ്രിയത്തിന് വിശ്രമിക്കുവാൻ അവസരം ഒരുക്കുന്നു. തന്മൂലം വയറിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു. അമിത ഭക്ഷണം ആയുസ്സിനെ കുറയ്ക്കും. കഴിഞ്ഞ നൂറ്റാണ്ടിലെ രോഗങ്ങളുടെ കാരണം ഭക്ഷണ ദൗർലഭ്യമായിരുന്നു. എന്നാൽ ഈ നൂറ്റാണ്ടിൽ അമിത ഭക്ഷണം മൂലമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ശരീരത്തിലുണ്ടാവുന്ന വിഷപദാർത്ഥങ്ങളെ ഉപവാസം മൂലം പുറന്തള്ളാം. മനസ്സിലെ വികാരങ്ങളെയും ഉപവാസത്തിലൂടെ ഉപേക്ഷിക്കാം. ഉപവാസത്തിലൂടെ ചില രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ശാഖപദാർത്ഥവും പച്ചവെള്ളവും കുടിച്ച ദാനിയേല്, ഹനന്യാവ്, മീശായേല്, അസര്യാവ് എന്നിവരുടെ മുഖം രാജകീയ ഭോജനം കഴിച്ച ബാലന്മാരുടേതിലും അഴകും മാംസപുഷ്ടിയുമുള്ളതുമായിരുന്നു. ഉപവാസത്തിലൂടെ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിക്കും. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ 1:17. ഉപവാസം മൂലം ത്വക്കിന് കാന്തി ലഭിക്കും. 40 ദിവസം ദൈവസന്നിധിയിലായിരുന്ന മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. ഉപവാസം പാപങ്ങളെ കഴുകി നമ്മെ വിശുദ്ധീകരിക്കുകയും നമ്മുടെ മനസ്സിനെ പവിത്രമാക്കുകയും ചെയ്യുന്നു. ഉപവാസം ശാരീരിക ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും അതുവഴി ആത്മനിയന്ത്രണം ഉണ്ടാക്കുകയും ചെയ്യും. ഉപവാസം ഇന്ദ്രിയങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കും. ഉപവാസത്തിലൂടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാരം കുറയ്ക്കാം. ഉപവാസത്തിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. സഹനശക്തി ലഭിക്കുകയും ചെയ്യും. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള ഉപവാസം? അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്നതും പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടയക്കുന്നതും വിശപ്പുള്ളവൻ അപ്പം നുറുക്കി കൊടുക്കുന്നതും എല്ലാ നുഖത്തെ തകർക്കുന്നതും നഗ്നനെ ഉടുപ്പിക്കുന്നതുമാണ്. യെശയ്യാവ് 58:6-8 വരെ. ഉത്തമമായ ഉപവാസം ജീവിതത്തെ പ്രകാശിപ്പിക്കുകയും മുറിവുകൾ ഉണക്കുകയും ചെയ്യുന്നു. ഇസബേലിൻ്റെ ഉപവാസം മുന്തിരിത്തോട്ടം ചീരത്തോട്ടം ആക്കുവാൻ വിട്ടുകൊടുക്കാത്ത പിതാക്കന്മാരുടെ അവകാശം കൈമാറ്റം ചെയ്ത് നശിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത നീതിമാനായ നാബോത്തിന് എതിരെ കള്ളസാക്ഷികളെ ഉണ്ടാക്കുന്നതിനും അയാളെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു. ഉപവാസം എന്ന വാക്കിന് അടുത്ത് വസിക്കുക എന്നാണ് അർത്ഥം. ദൈവത്തോട് അടുത്ത് വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. ഉപവാസം ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുന്നതിനും ക്രിസ്തു നമ്മിൽ വസിക്കുന്നതിനും ദൈവസ്വരം കേൾക്കുന്നതിനും ഉള്ള കാലഘട്ടമാകട്ടെ. യേശുവേ, നോമ്പാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയല്ല എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ വൈരിയായ സാത്താനെ ഓടിച്ചു പുറത്താക്കുവാൻ വേണ്ടി ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നു. എല്ലാ
അവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.